കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊരു ആത്മീയ കൂട്ടായ്മയ്ക്ക്, ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ ദൈവം അവസരം തരുന്നതിൽ ഞാൻ വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ സമൂഹം മുഴുവൻ വളരെ വിഷമകരമായ ഒരു ശാരീരികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയെ വെല്ലുവിളിക്കുന്ന നിലയിൽ വൈറസ് ശക്തിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ദൈവം അറിഞ്ഞിട്ടും ദൈവം അനുവദിച്ചിട്ടും ദൈവത്തിന് എന്തോ വലിയ ഉദ്ദേശമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യം ദൈവം അനുവദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നന്മയായിട്ടല്ലാതെ ദൈവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയില്ല. മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്ന് മത്സരികളായി ലോകത്തിൻ്റെ പിന്നാലെ പലായനം ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ദൈവം അവനെ ഒന്ന് തോണ്ടി വിളിച്ച് തന്നിലേക്ക് ആകർഷിക്കുവാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഞാനിതിനെ കാണുന്നു. ദൈവവചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ ഓരോ തലമുറയിലും കഷ്ടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വൈൻ ഫ്ലൂ, സ്പാനിഷ് ഫ്ലൂ, ബ്ലാക്ക് ഡെത്ത് എന്ന് വേണ്ട ഒത്തിരി മാരകമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും വസൂരി വളരെ അപകടകരമായ നിലയിൽ വ്യാപരിച്ച കാലഘട്ടം ഉണ്ട്. ദൈവത്തെ വിട്ട് തങ്ങളുടെ കഴിവുകൊണ്ട് എന്തും സാധിക്കാൻ കഴിയും എന്ന ഒരു ഭാവത്തിൽ ധാർഷ്ട്യത്തോടെ ദൈവനിഷേധികളായി മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നിലേക്ക് മനുഷ്യനെ ഒന്ന് ആകർഷിക്കേണ്ടതിന്, ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതിന് ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ഒരവസരമായിട്ട് നമുക്കിതിനെ കാണുകയും ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായി മനസ്സ് വെക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും ദൈവത്തിൽ ആശ്രയിപ്പാനും. കർത്താവേ, ഒരു കൊച്ചു കാര്യത്തിന് പോലും ഞാൻ എന്നിൽ തന്നെ മതിയായവനല്ല, അവിടുത്തെ കൃപയാൽ മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. ആ വലിയൊരു ഒരു ഏറ്റുപറച്ചിലും സമർപ്പണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മനുഷ്യനെ കടാക്ഷിക്കാതിരിക്കില്ല. കോപത്തിൽ കരുണ മറന്നു കളയുന്നവനല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരാശപ്പെടാതെ ആത്യന്തിക അധികാരിയായി ദൈവം തന്നെ ഉണ്ടെന്നും അവൻ നമ്മെ കരുതുന്നുവെന്നും നമ്മെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സകലവും എന്നുമുള്ള യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ട് നമുക്ക് ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനായി ഈ അവസരം കർത്താവ് സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, കഷ്ടമനുഭവിക്കുന്ന ഒത്തിരി പ്രിയമുള്ളവരെ ഓർത്ത് വളരെ വേദനയോടെ കണ്ണുനീരോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ബന്ധുക്കൾ രോഗികളായി, നിങ്ങൾ തന്നെ രോഗികളായി ഏതെങ്കിലും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ പോകുന്നെങ്കിലും നിങ്ങൾ ദൈവാശ്രയബോധം വിടരുത്. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്. സൗഖ്യമാക്കാൻ അവിടുത്തേക്ക് കഴിയും. തീർച്ചയായും പ്രാണവായു തന്നവൻ ശ്വസിക്കുവാനുള്ള ശേഷിയും നമുക്ക് തരാതിരിക്കില്ല. മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള സകലവും ദൈവം നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് അനുഭവിക്കുവാനുള്ള ശേഷി ഇല്ലാതെ പോയാൽ അതിൽ പരം ഒരു സങ്കടം എന്തുണ്ട്? തീർച്ചയായും നമുക്ക് വേണ്ടി പ്രാണവായു ഒരുക്കിയിരിക്കുന്ന ദൈവം
അത് ശ്വസിക്കുവാനുള്ള ശേഷിയും നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് നൽകും. തീർച്ചയായും അതിനെതിരായി ശക്തിയോടെ വ്യാപിക്കുന്ന ഈ വൈറസിൻ്റെ മേൽ ദൈവം നമുക്ക് വിജയം തരും. അധികാരികളായ ആളുകൾ തങ്ങളാലാവോളം എല്ലാം ഇക്കാര്യത്തിൽ ചെയ്യുന്നു എന്നുള്ളതിൽ നമുക്ക് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് നല്ല വിശേഷ ബുദ്ധിയും ആരോഗ്യവും ദൈവിക പരിജ്ഞാനവും ദൈവം നൽകേണ്ടതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് ദൈവവചനത്തിൻ്റെ പ്രബോധനമാണ്. അധികാരസ്ഥന്മാർക്ക് വേണ്ടി നാം യാചനയും പക്ഷപാതവും കഴിക്കണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. അതിന് കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ താൽക്കാലിക ജീവിതത്തിനു വേണ്ടി ആവശ്യമുള്ള സകലവും ദൈവം നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യമായ ജീവിതത്തിനാവശ്യമുള്ള പാപപരിഹാരവും ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിനായുള്ള സൗകര്യമുള്ള, എളുപ്പമുള്ള, ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന വിശ്വാസമാർഗവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എത്രയോ യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ഇവിടെ വിവിധ അനുഭവങ്ങൾ ആളുകൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ അധ്വാനം കൊണ്ട്, അവരുടെ കഷ്ടപ്പെട്ട ഉത്സാഹം കൊണ്ട് അവർ ഒത്തിരി സൗകര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. എന്നാൽ എത്ര സമ്പത്തുണ്ടായാലും അനുഭവിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അനുഭവിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. എത്ര ധാരാളം കൃഷിയിടങ്ങളും ചിന്തിക്കാൻ മേലാത്ത അളവിൽ ഭക്ഷ്യധാന്യങ്ങളും ശേഖരിച്ചു വെച്ചാലും എല്ലാവരും വയറ് നിറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. എത്ര കൂട്ട് വസ്ത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ ഒരു സമയത്ത് ഒരെണ്ണമേ ഇടുകയുള്ളൂ. എത്ര ബെഡ്റൂമുള്ള ഒരു വലിയ ബംഗ്ലാവ് നമുക്കുണ്ടെങ്കിലും നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കട്ടിലിൽ മാത്രമേ നമ്മൾ ഉറങ്ങുന്നുള്ളൂ. ഈ ലോക ജീവിതത്തിന് വിവിധ അനുഭവങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ ഇതൊന്നും ഓർക്കാതെ പിന്നെയും വാരി കൂട്ടുവാനുള്ള ത്വര, ആർത്തി, അഹങ്കാരം എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യൻ ആ നിലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതം വെറും താൽക്കാലികമാണ്. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുള്ള ഇടവും മാന്യമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നാം സംതൃപ്തരായിരിക്കുകയും വരുവാനുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവസരം എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതിനേക്കാൾ പ്രധാനമായ നിത്യജീവൻ ആവശ്യമുള്ള രക്ഷാമാർഗവും പാപപരിഹാരത്തിനുള്ള തികവുള്ള മാർഗവും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ താൽക്കാലിക ജീവിതത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ നന്ദിയോടും സന്തോഷത്തോടും കൂടി നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവും കൂടുതൽ പ്രധാനവുമായ നിത്യജീവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ രക്ഷാമാർഗത്തെ ഒരിക്കലും അവഗണിക്കരുതേ എന്ന് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുന്നു. അതെ, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം യേശുക്രിസ്തുവിന്റെ ഒരുക്കപ്പെട്ട വിശ്വാസമാർഗം ആർക്കും അനുഭവിക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, മതങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന പാപപരിഹാര മാർഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധന്മാരായ താന്ത്രികൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും മാത്രമേ അത് പലപ്പോഴും അത് പ്രായോഗികത്തിൽ വരുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളവർ, ഭക്തജനങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാനായി ഇവർ ഉത്സുകരായിരിക്കുന്നു. ഈ തന്ത്രികളും ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരും ഒക്കെ മറ്റുള്ളവർ പാപപരിഹാരം പ്രാപിക്കുവാൻ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും പാപപരിഹാരം പ്രാപിക്കുവാൻ താല്പര്യമുള്ളവരല്ല, അവർക്ക് വേണ്ടി മറ്റുള്ളവർ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഈവൻ ക്രിസ്തീയ വിശ്വാസത്തിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പാപപരിഹാരത്തിന് വേണ്ടി മരണത്തിനിപ്പുറവും മരണത്തിനപ്പുറവും പാപപരിഹാരവും ദൈവരോട് കരുണ കാണിക്കേണ്ടതിനും അവരുടെ ആത്മാവിന് ശാന്തിയും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകേണ്ടതിന്, മരിച്ചവരുടെ ആത്മാവിന് ശാന്തിയും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകേണ്ടതിന് കാർമ്മികന്മാർ നിർദ്ദേശിക്കുന്ന ഒത്തിരി ഉപാധികൾ ഇവർ സ്വീകരിക്കുന്നു. ഇവർ നിശബ്ദരായി, അല്ലെങ്കിൽ ഇവർക്ക് ആക്റ്റീവായ റോളില്ല. ഇവരതിനു വേണ്ടി അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ
ദൈവവുമായുള്ള വ്യക്തിബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ കഴിയുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ദൈവം മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിമരണം വരിച്ച് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഏക മധ്യസ്ഥനായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ തികവുള്ള പ്രായശ്ചിത്ത ബലിമരണം, അത് വിശ്വാസത്താൽ ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തോട് നേരിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയും. ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല. ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിനായി ദൈവമൊരുക്കിയിരിക്കുന്ന ഈ സൗജന്യവും തികവുള്ളതുമായ ഈ രക്ഷാമാർഗം വിശ്വാസത്തോടെ ഓരോരുത്തരും അംഗീകരിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സുബോധമുള്ള കാലത്തോളം, നിങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുന്ന കാലത്തോളം, നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന കാലത്തോളം നിങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട്, നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ മതം മാറുന്നതല്ല പ്രശ്നം, ദൈവത്തോടുള്ള വ്യക്തിബന്ധം നിങ്ങൾ അനുഭവിക്കുന്നതാണ്. മതവും ആത്മീയതയും രണ്ടായി നമ്മൾ കാണണം. ആത്മീയത എന്ന് പറയുന്നത് ദൈവവുമായുള്ള വ്യക്തിബന്ധം, അതാണ് ആത്മീയത. മതങ്ങളെന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഭൗതികമായ പല ചടങ്ങുകളിൽ അധിഷ്ഠിതമാണ്. അത് പലപ്പോഴും ജനവിഭാഗങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനവിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ മറ്റൊരു ജനവിഭാഗത്തിലേക്ക് കൂറുമാറുന്നു എന്നുള്ള നിലയിൽ പാർട്ടിയിൽ നിന്ന് കൂറുമാറുമ്പോൾ കൂറുമാറിയവനെ തല്ലിക്കൊല്ലുന്നെന്ന് പറഞ്ഞ പോലെ നിഷ്ഠുരമായ വഴികളിലേക്ക് പോകുന്നു. മതം മാറുന്നതല്ല, നിങ്ങളുടെ ആഗമൊന്ന് മാറണം. നിങ്ങൾ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരണം. അത് തടയുവാൻ ഭൂമിയിൽ ആർക്കും കഴിയുന്നതല്ല. അതെ, പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം. ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും സ്വർഗീയനായ പിതാവല്ലേ നമുക്ക് വേണ്ടി കരുതുന്നത്? ഓരോരുത്തരും വേണ്ടിയുള്ള സകല കഴിവുകളും ദൈവദത്തമല്ലേ, ദൈവം ദാനമായി നൽകിയതല്ലേ? ചിന്തിക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള കഴിവ്, സ്നേഹിക്കുവാനുള്ള കഴിവ്, ഇതെല്ലാം ദൈവം മനുഷ്യന് നൽകിയതാണ്. ആ കഴിവുകൾ ഉപയോഗിച്ച് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. അതിനുള്ള രക്ഷാമാർഗം, സൗജന്യമായ രക്ഷാമാർഗത്തെ യുക്തികരമായി വിശദീകരിച്ചിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നല്ലോ. റോമാലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു വന്നത്. തുടർന്ന് അല്പം കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഒരു ശരീരത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം തുടർന്നൊന്ന് വായിച്ചു പോയിക്കോട്ടെ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന് അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. പൗലോസിൻ്റെ ആ വാക്കുകളിൽ, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിൽ ഒരു ധ്വനി നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ലഭിച്ച കൃപയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ശുശ്രൂഷിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന ഒരു ശുശ്രൂഷകൻ, ദൈവം അവന് നൽകിയ ആധികാരികത അവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കണം. ഊഹാപോഹങ്ങളല്ല. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞു, എനിക്ക് ദൈവം തന്ന കൃപയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ആധികാരികതയുണ്ട്. ഊഹാപോഹങ്ങളുടേതല്ല. സത്യമായ ദൈവിക വെളിപ്പാടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. ആട്ടെ, അടുത്ത ഭാഗം 4-ാമത്തെ വാക്യം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൻ്റെ ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരവുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നതിനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നതിനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോടെ, ഭരിക്കുന്നവന് ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നതിന് പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഈ ഭാഗം എത്ര ശ്രേഷ്ഠമായ പ്രബോധനങ്ങളാണ്. ചെറിയ ചെറിയ പ്രയോഗങ്ങളായിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടാണ് പറയുന്നത്. വലിച്ചു നീട്ടി ആശയത്തെ അങ്ങ് ഡൈല്യൂട്ട് ചെയ്ത് പരത്തി പറയുകയല്ല. വളരെ ശക്തമായി
പോയിൻറ്റഡായി ശക്തമായി വ്യക്തമായി പൗലോസ് പരിശുദ്ധാത്മ നൽകുന്ന പ്രബോധനം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അവൻ ഒറ്റയ്ക്കല്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണെങ്കിലും അവിടം കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. നമുക്ക് കൂട്ടായൊരു ബന്ധമുണ്ട്. അന്യോന്യം സഹായിക്കുന്ന, അന്യോന്യം പങ്കുവയ്ക്കുന്ന, അന്യോന്യം കരുതുന്ന, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുടെ ആ അനുഗ്രഹകരമായ ബന്ധത്തിൽ നിലനിൽക്കുന്ന അനുഭവത്തെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നത് ഒരു ശരീരത്തിലെ അവയവങ്ങളോടാണ് സഭയിലെ അംഗങ്ങളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവസഭയെ വിശേഷിപ്പിക്കുവാൻ അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാദൃശ്യങ്ങളിൽ ഒരു പ്രധാന സാദൃശ്യമാണ് യേശുക്രിസ്തു എന്ന ശിരസ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ദൈവസഭ എന്നുള്ളത്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പ്രവൃത്തിയാണ്. കണ്ണിന് കാഴ്ചയാണെങ്കിൽ കാതിന് കേൾവിയാണ്, നാവിന് രുചിക്കലാണ്, സംസാരിക്കാൻ മനുഷ്യനെ സഹായിക്കലാണ്, തൊണ്ട കൊണ്ട് സംസാരിക്കലാണ് എന്ന് വേണ്ട ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നിനും ഓരോ ഫങ്ഷനുണ്ട്. ഞാൻ കൈയല്ലാത്തതുകൊണ്ട് ഞാൻ ശരീരത്തിലുള്ളതല്ല എന്ന് പറയുമോ എന്ന് മറ്റൊരു ഭാഗത്ത് പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ ദൈവസഭയിലെ സകല അംഗങ്ങൾക്കും ദൈവം ഓരോരോ ശുശ്രൂഷയുടെ മേഖല നിയമിച്ചിട്ടുണ്ട്. ഒരു ഫങ്ഷൻ ഇല്ലാത്ത, ഒരു ശുശ്രൂഷയില്ലാത്ത, ഒരു ചുമതലയും ഏൽപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയും ദൈവസഭയിലില്ല. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിശുദ്ധന്മാരുടെ സമൂഹത്തോട് ബന്ധപ്പെട്ടാണ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷ വ്യക്തിപരമാണെങ്കിലും രക്ഷയിൽ നിലനിൽക്കുവാനുള്ള ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിശുദ്ധീകരണം, അത് ഒന്നിച്ച് വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നേറുന്നതിലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടല്ലോ. ഒന്ന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അത് നീതീകരണം. ഓരോരുത്തരും ദൈവത്തോടുള്ള വ്യക്തിപരമായ സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് നീതീകരണം. അതിൽ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണെങ്കിലും ആ വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് വളരുന്നതിന് ദൈവസഭയിലെ എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ചുള്ള കൂട്ടായുള്ള ഒരു സഹകരിക്കുന്ന കൂട്ടായ്മ ബന്ധമാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. നമുക്കറിയാമല്ലോ, 7 അടിസ്ഥാന ഉപദേശങ്ങൾ പത്രോസ് ശ്ലീഹായുടെ 1-ാമത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് ശ്ലീഹ ചെയ്തതിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരെ ഏവർക്കുള്ളതല്ലോ. ഇങ്ങനെ പല വചനങ്ങളാൽ വരെ പ്രബോധിപ്പിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. കണ്ടോ, അതെല്ലാം ആ കൂട്ടായ ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ്. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഒരു കുടുംബ ബന്ധത്തിലേക്ക്, വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയുടെ ആ മാധുര്യമായ അനുഭവത്തിലേക്ക് വരികയാണ്. അവനൊരിക്കലും പിന്നെ ഒറ്റപ്പെട്ടവനല്ല. ഒന്നാമത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമുണ്ട്. മാത്രമല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവനോട് കൂട്ടായ്മ കാണിക്കുന്ന, അവനെ സഹായിക്കാൻ സന്നദ്ധനായിരിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവനെ പ്രബോധിപ്പിക്കുവാനും ഉപദേശിക്കുവാനും, അവനെ താങ്ങുവാനും, അവനെ ഉത്സാഹിപ്പിക്കുവാനും, ആത്മീയകാര്യങ്ങളിൽ അവന് കൂട്ടായി നിൽക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ സമൂഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അല്ലാതെ പ്രിയപ്പെട്ടവർ, നമ്മൾ ചെന്ന് ചില ചടങ്ങുകളൊക്കെ കണ്ടേച്ച് കാർമ്മികന്മാർ ചെയ്യുന്ന ചില കർമ്മങ്ങൾ, അതിൽ പാസീവായി സജീവമായ ഒരു പങ്കാളിത്തമില്ലാതെ ഒരു പാസീവായിട്ടുള്ളൊരു റോളിൽ അതിലൊക്കെ കണ്ടേച്ചങ്ങ് തൃപ്തിയായി മടങ്ങിപ്പോകുന്ന ഒരു ബന്ധമല്ല. എല്ലാവർക്കും അന്യോന്യമുള്ളൊരു ബന്ധമുണ്ട്. ഞാൻ എൻ്റെ ലോക്കൽ സഭയിൽ പറയാറുണ്ട്, നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നിങ്ങൾ പരസ്പരം ഓരോരുത്തരും, ഓരോ പുരുഷനും മറ്റോരോ പുരുഷനോടും, ഓരോ സ്ത്രീയും മറ്റോരോ സ്ത്രീയോടും ഒരു വാക്ക് മിണ്ടിയിട്ടേ നിങ്ങൾ മടങ്ങിപ്പോകാവൂ. മനസ്സിൻ്റെ ഭാരത്തോടെ, ചില പ്രശ്നങ്ങളുടെ കുരുക്കിൽപ്പെട്ട് മനോഭാരത്തോടെ കടന്നു വരുന്ന ഒരു സഹോദരൻ, കടന്നു വരുന്ന ആ സഹോദരനെ അവൻ ചിലപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പോലും അവൻ്റെ ഹൃദയത്തിൽ വേണ്ടതുപോലെ അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്നു വരികയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൂടെ, അവൻ്റെ അടുത്ത് ആ കൂട്ടായ്മയിൽ സംബന്ധിച്ച് നിന്ന ഒരു സഹോദരൻ, അടുത്ത സീറ്റിലിരിക്കുന്ന സഹോദരൻ അവൻ്റെ മുഖത്ത് നോക്കി
നല്ല സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുമ്പം അവൻ ആദ്യം ചിരിക്കാൻ വെച്ച ബുദ്ധിമുട്ട് തോന്നിയാലും ഒന്നും കൂടി അവനെ നോക്കി ഹായ് ബ്രദർ എന്ന് പറയുമ്പം യെസ് അവൻ്റെ മനസ്സിലൊരു കുളിർമ തോന്നുകയാണ്. അവൻ പിന്നെ ഒറ്റപ്പെട്ടവനാണെന്ന് തോന്നുകയില്ല. അവൻ ചിലപ്പോൾ വചനം അതുപോലെ ഉൾക്കൊണ്ടില്ലെങ്കിലും അവന് പോകുന്നതിന് മുമ്പേ ഈ സഹോദരൻ ബ്രദർ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മയോട് പറഞ്ഞത് കേട്ടില്ലേ? ഒന്നുകൂടെ പറയുമ്പോൾ ഒന്നും കൂടി അവനോട് ആ കാര്യത്തെക്കുറിച്ചൊന്ന് റിമൈൻഡ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലൊരു കുളിർമയുണ്ടാകുകയാണ്. അതാ കൂട്ടായ്മ ബന്ധം. അതാ ഇവിടെ പറയുന്നത്. ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാണ്. പലപ്പോഴും ഇന്ന് പല സഭകളിലും കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഈ മെഗാ ചർച്ച് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് വന്നതുകൊണ്ട് കണ്ടുവരുന്നത്, ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ കാര്യങ്ങളെല്ലാം നടത്തിപ്പുകാരാണ്. ഒരു വലിയൊരു ശുശ്രൂഷകനുണ്ട്, ആ ശുശ്രൂഷകൻ്റെ കൂടെ കൂട്ടി ശുശ്രൂഷകന്മാരുണ്ട്. ഈ ശുശ്രൂഷകന് അവിടെ കൂടി വരുന്ന ആളുകളുമായി വ്യക്തിപരമായ ബന്ധം വളരെ ചുരുക്കം ആളുകളോട് മാത്രമേ ഉള്ളൂ. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിലൂടെയുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ കൂട്ടപ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടുള്ളൊരു ബന്ധം, ഇത്രയൊക്കെ ബന്ധമേ പലപ്പോഴും പ്രധാന ശുശ്രൂഷകന് അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരുമായിട്ടുള്ളൂ. അങ്ങനെ പോരാ, ഓരോരുത്തരെയും കരുതുന്ന ഒരു സംവിധാനമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. മെഗാ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ശുശ്രൂഷകന് പരസ്പരം അറിഞ്ഞും പരസ്പരം ശുശ്രൂഷകൻ ഓരോ വ്യക്തിയെക്കുറിച്ചും കരുതലുമുള്ള, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവൻ്റെ ദുഃഖങ്ങളിൽ സഹതപിക്കാനോ സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നതോ ആയൊരു മനോഭാവമുള്ളവരായിരിക്കണം. ആ വ്യക്തിക്ക് ശുശ്രൂഷകന് അതിനുള്ള സാമ്പത്തികമായ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ കൂട്ടുസഹോദരങ്ങളുമായിട്ട് അക്കാര്യങ്ങൾ പങ്കുവെച്ച് ഒന്നോ അതിലധികമോ പേർ ഒരുമിച്ച് കൂടി ഈ സഹോദരൻ്റെ ആവശ്യത്തെ സഹായിക്കുവാനായിട്ട് തയ്യാറാകുന്ന ഒരു ബന്ധമാണ് ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഒരു വലിയൊരു കോർപ്പറേഷൻ നടത്തുന്നത് പോലെ, വലിയൊരു കമ്പനി നടത്തുന്നത് പോലെ, വലിയൊരു പ്രസ്ഥാനം നടത്തുന്നത് പോലെ ഒരാൾ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് ആയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ പേര് കാര്യനിർവഹകരായിരിക്കുന്നു, എന്നിട്ട് വന്ന് പിന്നെ കമ്മിറ്റി എന്നാണ് പതുക്കെ പറയുന്നത്, അല്ലെങ്കിൽ അൽമായ സംഘം കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ കമ്മിറ്റിക്കാരാണ് കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പൊതുസഭയിൽ ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കരുതോ? കണക്ക് എഴുതി വെക്കാനും അതുപോലുള്ള അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ചിലരെ പൊതുസഭ ചുമതലപ്പെടുത്തുന്നു. അത് സന്തോഷത്തോടെ ദൈവം കൊടുക്കുന്ന കൃപയ്ക്കൊത്തോളം ഒരുവൻ അത് നിർവഹിക്കുന്നു. അതിൽ പരമായി ഭരണം ഒരു ചെറിയ കൂട്ടത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന സംവിധാനം ദൈവസഭയിൽ നമ്മൾ കാണുന്നില്ല. എല്ലാവരും ഒരുമിച്ച് പൊതുസഭയായി തീരുമാനങ്ങൾ എടുക്കുകയും പൊതുസഭയിൽ ഒരുമിച്ചുള്ള കൂട്ടായ്മ ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. ഏതെങ്കിലും ഒരു അവയവം നോൺ ഫങ്ഷണലായിരിക്കുന്നെങ്കിൽ, പ്രവർത്തിക്കാതിരിക്കുന്നെങ്കിൽ ആ അവയവം നിർജീവമായി പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. നിങ്ങൾ കുറേ നാൾ കൈ എടുക്കുന്നില്ലെങ്കിൽ, കൈ അനക്കുന്നില്ലെങ്കിൽ, ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു സഹോദരൻ കൈ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായപ്പോൾ ഒരു കാസ്റ്റിലിട്ട് കൈ അനക്കാതെ വെച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞായിരുന്നു വിരലൊക്കെ അനക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ കാര്യമൊക്കെ അദ്ദേഹം വേണ്ട പോലെ ചെയ്തില്ല. 3 ആഴ്ച കഴിഞ്ഞ് അത് കാസ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് എക്സ്റേ എടുക്കുമ്പോൾ കുറേയൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൈയുടെ ചലനശേഷിയെ ഇല്ലാത്തതുപോലെ ആയിപ്പോയി. മസിൽസൊക്കെ അങ്ങ് വീക്കായിപ്പോയി. പിന്നെയും പറഞ്ഞു ഇങ്ങനെ ആയാലൊക്കത്തില്ല, നോക്കണേ. പിന്നെയും രണ്ടാമതും ഒന്നും കൂടെ കാസ്റ്റ് ഇട്ടു. പിന്നെയും നോക്കണം. പിന്നെയും അതിൽ അടുത്ത ഒരു 3 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോഴേക്കും കൈ ഏതാണ്ട് ശോഷിച്ചതുപോലെ ആയിപ്പോയി. എന്താ കാര്യം? പ്രവർത്തനരഹിതമായിരിക്കുന്നത് നിർജീവമായി പോകും. നിങ്ങൾ ഫങ്ഷണലായിരിക്കണം. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ ചുമതലകളുണ്ട്. ദൈവം കൊടുത്തിരിക്കുന്ന ആ ചുമതല വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ഒരു പാസീവ് മെമ്പർ, ഒരു അലസനായ ഒരു ദൈവ പൈതൽ ആയിരിക്കാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സജീവമായ ഒരു റോളുണ്ട്. ദൈവം നിങ്ങൾക്കൊരു റോള് തന്നിട്ടുണ്ട്. ആ റോൾ നിങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കണം. ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. സ്റ്റേജിൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നില്ല.
നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ നിങ്ങളുടെ കൂട്ടസഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് ഓർഗൻ വായിച്ച് പാട്ടിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ലീഡ് ചെയ്യുന്ന ആളുകളോട് ചേർന്ന് ഉല്ലസിച്ച് പാടാനായിട്ട് കഴിയും. കൂട്ടസഹോദരന്മാരോട് സംസാരിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൂടിയവരവനോ പൊതുവായുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കുന്ന കാര്യത്തിൽ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കിയിടുന്ന കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ, അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജീവമായി പങ്കാളിയാകുവാൻ കഴിയും. ശരീരത്തിലെ അവയവങ്ങൾ പോലെ സജീവമായിരിക്കണം, ആക്റ്റീവായിരിക്കുന്ന ഒരു റോളാണ് ഓരോ വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രബോധനമാണ് താഴോട്ട് പൗലോസ് നൽകുന്നത്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. കണ്ണിന് കാണാനാണ്, വേറൊന്നും അതിനെക്കൊണ്ട് കഴിയുകയില്ല. കാതിന് കേൾക്കാനേ കഴിയൂ, വേറൊന്നും അതിനെക്കൊണ്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, മൂക്കിന് ഗന്ധങ്ങൾ തിരിച്ചറിയുവാനേ കഴിയുകയുള്ളൂ, വേറൊന്നും അതിനെക്കൊണ്ട് കഴിയുകയില്ല. കൈ കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ അവയവത്തിനും ഓരോ പ്രവൃത്തി ഉള്ളതുപോലെ സൗകര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, എൻ്റെ റോള് എന്താണ്. നിങ്ങളൊരു ഒറ്റപ്പെട്ടവനായിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂട്ടായ്മയുടെ ആ മാധുര്യ ബന്ധത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ആ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാനും, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി, ഈ രോഗവ്യാപനത്തിൻ്റെ പ്രതിസന്ധിയുള്ള ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കുവാൻ കഴിയില്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒന്ന് ഫോണിൽ വിളിച്ച്, ഇത് ദൈവം ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്ന എത്രയോ അത്ഭുതകരമായ കരുതലായിട്ടാണ്. നിങ്ങൾ ഓർത്തു നോക്കി, ഒരു 10 കൊല്ലം മുമ്പാണ് ഈ കൊറോണയുടെ ഈ പാൻഡമിക് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് പരസ്പരമുള്ള ബന്ധത്തിലുള്ള ഉപാധികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയായി, ടെലിഫോണായി, ഈ സെൽഫോണൊക്കെ തുടങ്ങിയപ്പോൾ എന്നാ എക്സ്പെൻസീവാണ്, എന്ത് ചിലവുള്ളതായിരുന്നു. ഇത് വളരെ ചീപ്പായിട്ട് ദൈവം ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. ദൈവം അതെല്ലാം ക്രമീകരിച്ചു. ഒരു കാര്യം, പൊതുവായി കൂടി വരാനുള്ള സൗകര്യങ്ങൾ ദൈവം നിരോധിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നു. അതെ, ദൈവം അനുവദിച്ചിട്ടാണ്. അതിന് മറ്റൊരു സംവിധാനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത്രത്തോളം സജീവമായതോ ഫലകരമായതോ ആയിരിക്കണമെന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പല ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പരസ്പരം ബന്ധപ്പെടുവാൻ കഴിയും. നിങ്ങൾക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ കഴിയും. നിങ്ങളൊരവയവമാണ്. നിങ്ങൾക്ക് ഏതാണ് ഫങ്ഷൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മറ്റ് അവയവങ്ങൾക്ക് പ്രയോജനകരമായ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഉദാസീനരാകരുത്. ഒരു കൂട്ടരെ ഓരോന്ന് ഏൽപ്പിച്ചു, ഞാൻ ഇതാ നിശബ്ദനായി മാറിയിരിക്കുന്നു. അങ്ങനെയല്ല. ഓരോരുത്തർക്കും സജീവമായ പങ്കാളിത്തം ദൈവം നിയമിച്ചിട്ടുണ്ട്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ നമുക്ക് ഒരുമിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടായ്മയുടെ ബന്ധത്തിലാക്കിയിരിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ അനുഭവം വ്യക്തിപരമായിട്ട് അനുഭവിക്കുമ്പോൾ തന്നെ ആ രക്ഷയുടെ അനുഭവത്തിൽ വിശുദ്ധീകരണത്തിൽ മുന്നേറുവാനായി ഞങ്ങൾക്ക് കൂട്ടായ്മ ബന്ധം അവിടുന്ന് ഒരുക്കിയിട്ടുള്ളതിനാൽ സ്തോത്രം. ജനിച്ചു വീണ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ പരിചരിക്കപ്പെട്ട് വളരുന്നത് പോലെ വീണ്ടും ജനിച്ച ദൈവമക്കൾ പരിചരിക്കപ്പെട്ട്, പോഷിപ്പിക്കപ്പെട്ട്, ലാളിക്കപ്പെട്ട്, കരുതപ്പെട്ട് വളരുവാനായി ദൈവസഭ എന്ന കുടുംബ ബന്ധത്തെ തിരുമേനി നിയമിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ ഓരോ ഫങ്ഷനുണ്ട്, ഓരോ ശുശ്രൂഷയുണ്ട്. അത് തിരിച്ചറിയാനും അതിൽ കർത്താവ് വിശ്വസ്തരായിരിക്കാനും അടിയൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.